ചേട്ടാ എങ്ങനെയുണ്ട് നമ്മളുടെ ഹീറോയുടെ ഈ ഒരു സ്റ്റൈൽ അല്ലേ? മനോഹരം മനോഹരം. ഞാൻ എന്താ പറയാ, എനിക്ക് ഞാൻ എന്ത് പറയണം എന്നുള്ള ഒരവസ്ഥയിലാണ് ഞാൻ. ഈ പ്രണവിന്റെ ഈ കഴിവിനെ അത് പറയാൻ വാക്കില്ല. പ്രണവ് ശരിക്കൊരു വോക്കൽ ബ്ലോക്ക് എന്നൊക്കെ പറയൂലേ, ആ അവസ്ഥയിലാ. എൻ്റെ ആദ്യത്തെ ഇത് തന്നെ അതായിരുന്നു. പ്രണവ് ഇത് വരച്ച് കഴിയുമ്പോൾ ഞാനെന്ത് പറയണം എന്നുള്ള അത് ആലോചിച്ചിരുന്നിട്ട് എനിക്കൊരു പക്ഷേ ശ്രദ്ധിക്കാൻ പറ്റിയില്ല. എന്താ പറയണേ, പറയാനൊന്നുമില്ല. പ്രണവ് ഹാപ്പിയാണ് അല്ലേ? ഞാൻ ഓൾവേസ് ഹാപ്പി. പ്രണവ് എപ്പോഴും എൻ്റെ പ്രാർത്ഥന പ്രണവിനോടൊപ്പം ഉണ്ടാവും. വളരെ നന്ദി സർ. ഇപ്പം എൻ്റെ ചേട്ടനൊരു വികലാംഗനായിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു. അദ്ദേഹം ഒന്നും ജീവിച്ചിരിപ്പില്ല. അപ്പോൾ ശരിക്കും അദ്ദേഹം ജോലി എടുത്തിട്ട് ഞാൻ ജീവിച്ചിട്ടുണ്ട് ഒരു സമയത്ത്. എന്നാൽ പോലും പുള്ളിയൊക്കെ വളരെ ആർഡൻ്റായിട്ടൊക്കെ ജീവിച്ചിട്ട് ഒരാളുടെ മുന്നിൽ പോയിട്ട് പോയി. എനിക്കറിയാം ഇങ്ങനെയുള്ള ആളുകളുടെ മനസ്ഥിതി എനിക്കറിയാവുന്ന ഒരാളാണ്. അവരൊരാളുടെ അടുത്തും പോയി താഴുകയോ ഒന്നും ചെയ്യില്ല. അവർക്ക് ചെയ്യാവുന്ന ആ എത്ര വലിയ എന്താണ് ദൂരങ്ങളാണ് താണ്ടി വന്നാൽ ശരി ആരുടെയും കയ്യോ കാലോ പിടിക്കാതെ പോകുന്ന പ്രകൃതക്കാരാണ്. അപ്പം എനിക്കറിയാം. എനിക്ക് പ്രണവിനെ ആദ്യമായിട്ട് കാണുകയാണ് ശരി, എനിക്ക് 100% അറിയാം. അതാണ് ഞാൻ ഒന്നും തന്നെ സിമ്പതറ്റിക്കലായിട്ട് ഒന്നും പറയാതിരുന്നത്. അതുകൊണ്ടാണ് പ്രണവ്. വളരെ നന്ദി സാർ. ഒരു റിക്വസ്റ്റ് ഉണ്ട് സാറിന്, എനിക്കൊന്ന് ആത്മാർത്ഥത ഹഗ് ചെയ്യണം.